എന്നും മണ്ണിന്റെ ഗന്ധം മാത്രമുള്ള സിനിമകൾ എടുക്കുന്ന സത്യനന്ദിക്കാട് ചെയ്ത ഒരു ഒന്നാം തരം ത്രില്ലർ. മലയാള സിനിമാ പ്രേക്ഷകർ ഞെട്ടിയ സിനിമ. സാധാരണ കുടുംബ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ സത്യനന്ദിക്കാട് ഒരു ആക്ഷൻ ത്രില്ലർ ഓണറിൽ ഒരുക്കിയ അപൂർവ ചിത്രങ്ങളിലൊന്ന്. ഒരു അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുന്ന ക്യാപ്റ്റൻ വിജയ് മേനോൻ റോഡിൽ പിടയുന്ന കുമാരേട്ടനെ കാണുന്നതും അതിന്റെ അവസാനം എന്നവണ്ണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അയാളുടെ അച്ഛനമ്മമാരുടെ മരണത്തിന് പിന്നിൽ നടന്ന ഒരു സംഭവം അറിയുകയും അങ്ങനെ ആ അവധിക്കാലത്തിന് മുൻപ് അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പല കാര്യങ്ങളും കുമാരേട്ടനെ ഡയറിയിലൂടെ വീണ്ടെടുക്കുന്നതുമാണ് കഥ. വളരെ വ്യത്യസ്തമായ ഒരു പ്രതികാര കഥ, അതിന്റെ അസാധാരണമായ ഉഗ്രൻ ആവിഷ്കാരം. അതാണ് സത്യനന്ദിക്കാടിന്റെ പിൻഗാമി. തുടക്കം മുതൽ ഒടുക്കം വരെ ചടുലമായ അവതരണ മികവ് പുലർത്തിയ പിൻഗാമി എന്ന സിനിമ റിലീസായിട്ട് 31 വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും പ്രേക്ഷകർ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് കുമാരേട്ടനെയും ക്യാപ്റ്റൻ വിജയ് മേനോനെയും ആ പൂച്ചക്കണ്ണനെയും. രഘുനാഥ് പലേരിയുടെ കുമാരേട്ടൻ പറയാത്ത കഥ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം തിരക്കഥ ഒരുക്കിയത്. മോഹൻലാൽ തന്നെയാണ് ചിത്രം നിർമ്മിച്ചത്. കുടുംബകഥകളുടെ സംവിധായകൻ എന്നറിയപ്പെടുന്ന സത്യനന്ദിക്കാട് 1959 വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ അർത്ഥം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി വഴിമാറി സഞ്ചരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് വിജയം നേടിയ അർത്ഥത്തിന് ശേഷം നർമ്മത്തിൽ പൊതിഞ്ഞ ത്രില്ലർ ചിത്രമായ കളിക്കളത്തിലൂടെ സത്യനന്ദിക്കാട് തന്റെ വിജയം ആവർത്തിച്ചു. എന്നാൽ തന്റെ സ്ഥിരം നായകനായ മോഹൻലാലിനെ നായകനാക്കി ഒരേ ഒരു ആക്ഷൻ ചിത്രമേ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതായിരുന്നു പിൻഗാമി. 1994 തുടക്കത്തിൽ മണിച്ചിത്രത്താഴും ചെങ്കോലും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് സത്യനന്ദിക്കാടും ലാലും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ പരന്നത്. സത്യൻ, ശ്രീനി, ലാൽ കൂട്ടുകെട്ട് വരവേൽപ്പിന് ശേഷം 5 വർഷത്തോളം ഒന്നിക്കാതിരുന്നതിൽ പ്രേക്ഷകർക്ക് ചെറിയ നിരാശയും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകരെ വീണ്ടും ചിന്തിപ്പിച്ചത് തിരക്കഥാകൃത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു പേരാണ് എന്നതാണ്. ക്യാപ്റ്റൻ വിജയ് മേനോൻ, അതായത് മോഹൻലാൽ, അവധിക്ക് നാട്ടിലെത്തുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഒരു ദിവസം അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്ന കുമാരൻ എന്ന സാമൂഹ്യ പ്രവർത്തകനെ വിജയ് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുമാരനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ അപകടം ഒരു കൊലപാതകമാണെന്ന് വിജയ് മനസ്സിലാക്കുന്നു. കുമാരനുമായി രൂപപ്പെട്ട വൈകാരിക ബന്ധം കാരണം വിജയ് ഈ കൊലപാതകത്തിന് പിന്നിലെ സത്യം കണ്ടെത്താൻ തീരുമാനിക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ഏറെ പ്രതീക്ഷയോടെ വന്ന ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നില്ല. പ്രിയദർശൻ, മോഹൻലാൽ കൂട്ടുകെട്ടിലെ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രവും ഇതേ സമയം റിലീസ് ചെയ്തത് പിൻഗാമിക്ക് തിരിച്ചടിയായി. ക്യാപ്റ്റൻ വിജയ് മോഹൻലാൽ അതിഗംഭീരമായി തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ വോയിസ് മോഡുലേഷനും മാനറിസങ്ങളും എല്ലാം തന്നെ ഒരു പുതുമ നിറഞ്ഞവയായിരുന്നു. അതേ വോയിസിൽ തന്നെ പലപ്പോഴുള്ള പൂച്ചക്കണ്ണൻ എന്നുള്ള പ്രയോഗം വില്ലന്റെ ബിൽഡപ്പ് കൂട്ടാൻ നല്ലൊരു ഇമ്പാക്ട് നൽകിയിട്ടുണ്ട്. ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെയൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. കുമാരനായി തിലകൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വളരെ കുറച്ചു മാത്രം സ്ക്രീൻ പ്രസൻസ് ഉള്ള കഥാപാത്രമായിട്ടും വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥാപാത്രമാണ് തിലകൻ ചേട്ടന്റെ കുമാരേട്ടൻ. സിനിമയുടെ കഥാഗതിയിൽ അദൃശ്യനായി നിന്ന് വല്ലാത്ത ഒരുതരം ആരാധന തോന്നിച്ച ഒരു കഥാപാത്രം. ജഗതി ശ്രീകുമാർ നല്ലൊരു സുഹൃത്തായി കൂടെ നിന്നു. ഇന്നസെന്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരൻ തുടങ്ങിയ താരങ്ങളും മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചു. കുമാരന്റെ മകളായി കനകയും വിജയിയുടെ പ്രണയിനിയായി ശ്രീദേവിയും നല്ല രീതിയിൽ അഭിനയിച്ചു. ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന ശങ്കരാടിയും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ സംഗീതം സിനിമയുടെ മൂഡിന് വളരെ അനുയോജ്യമായിരുന്നു. വെണ്ണിലാവു എന്ന പാട്ട് KS ചിത്രയും തെമ്മാടിക്കാറ്റെ എന്ന പാട്ട് യേശുദാസും MG ശ്രീകുമാറും ചേർന്നാണ് പാടിയത്. ഈ പാട്ടുകൾ ഇന്നും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. ബിപിൻ മോഹന്റെ ഛായാഗ്രഹണം സിനിമയുടെ ഇരുണ്ട അന്തരീക്ഷം മനോഹരമായി ഒപ്പിയെടുത്തു. K രാജഗോപാലിന്റെ എഡിറ്റിംഗ് സിനിമയെ കൂടുതൽ ആകർഷകമാക്കി. ഈ സിനിമ തന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു എന്ന് സത്യനന്ദിക്കാട് പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട്. 1994 മെയ് 27 പിൻഗാമി റിലീസ് ചെയ്തത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ പ്രേക്ഷകർ അന്ന് തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വന്ന തേന്മാവിൻ കൊമ്പത്ത് പിൻഗാമിയെ ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് ഈ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായി എന്നതാണ് ചരിത്രം. കാലം ഈ സിനിമയെ ഒരു കൾട്ട് ക്ലാസിക് ആക്കി മാറ്റി. 2019 കേരള കൗമുദി ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് മലയാള സിനിമയിലെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രതികാര കഥ എന്നാണ്. പിന്നീട് ടെലിവിഷനിലൂടെയും OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രേക്ഷകരെ ലഭിച്ചു. സത്യനന്ദിക്കാടിന്റെയും മോഹൻലാലിന്റെയും കരിയറിൽ ഈ സിനിമ ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടി. സത്യനന്ദിക്കാട് ഇതുവരെ ഇങ്ങനെയൊരു സിനിമ ചെയ്തിട്ടില്ല. അതുപോലെ മോഹൻലാലിന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നുമാണത്. ഈ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന 3/4
33 എന്ന നമ്പറുള്ള മോട്ടോർ സൈക്കിൾ വളരെ പ്രശസ്തമാണ്. അടുത്ത കാലത്ത് മോഹൻലാൽ ഇതേ നമ്പറുള്ള റോയൽ എൻഫീൽഡിൽ ഓടിക്കുന്ന ഒരു ചിത്രം കണ്ടപ്പോൾ ഒരുപാട് ആരാധകർ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സത്യനന്ദിക്കാടിന്റെ ചടുലമായ അവതരണ മികവിനൊപ്പം രഘുനാഥ് പല്ലേരിയുടെ ശക്തമായ തിരക്കഥയും കൈതപ്രം ജോൺസൺ ടീമിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും വിമോഹന്റെ ഛായാഗ്രഹണവും പിൻഗാമി എന്ന സിനിമയെ മനോഹരമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഘടകങ്ങളാണ്. പിൻഗാമി ബോക്സ് ഓഫീസിൽ ഇത്ര വലിയ തരംഗമല്ലെങ്കിലും മികച്ചൊരു ആക്ഷൻ ത്രിൽ എന്ന നിലയിലും ശക്തമായ കഥയും അഭിനയവും കൊണ്ട് ഇന്നും മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ സ്ഥാനമുള്ള ചിത്രമായി തുടരുന്നു. ഓരോ തവണ കാണുമ്പോഴും ഫ്രഷായി തോന്നിപ്പിക്കുന്ന സിനിമ, എത്ര കണ്ടാലും മടുക്കാത്ത സിനിമ, അതാണ് പിൻഗാമി. അച്ഛൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്: മോൾക്ക് പരീക്ഷയാണ് വരാൻ പോകുന്നത്, മോളെ അനുഗ്രഹിച്ചു വേണം വരാൻ, ഇല്ലെങ്കിൽ തല്ലുകൊള്ളും. ഏട്ടൻ മോളെ ഒന്ന് അനുഗ്രഹിച്ചോട്ടെ, ഒരു സന്തോഷത്തിന്. പവിത്രം സിനിമയിലെ ആ കോംബോ അതേ വർഷം വീണ്ടും ഒന്നിച്ചപ്പോൾ കിട്ടിയത് മറ്റൊരു മികച്ച സിനിമയായിരുന്നു. അതിലെ ക്യാപ്റ്റൻ വിജയ് മേനോൻ തന്റെ അനിയത്തിയെ ആദ്യമായി കാണുന്ന ഒരു സീനുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അനിയത്തിയെ കാണുമ്പോഴുള്ള ഏട്ടന്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ വിജയ് മേനോനിൽ ഭദ്രമായിരുന്നു. ജോൺസൺ മാസ്റ്ററുടെ ബീജിയം കൂടെ ആകുമ്പോൾ പെർഫെക്റ്റ് സിങ്കായി. ഇതൊക്കെ പിൻഗാമിയെ വെറുമൊരു ആക്ഷൻ സിനിമയിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആക്കുന്നുണ്ട്. സത്യനന്ദിക്കാടിന്റെ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആയിരുന്നു പിൻഗാമി. ഈ സിനിമ അന്ന് അർഹിക്കുന്ന വിജയം നേടിയിരുന്നെങ്കിൽ സത്യനന്ദിക്കാട് ഇന്ന് വെറും കുടുംബ സിനിമകളുടെ പേരിൽ മാത്രം ആകില്ലായിരുന്നു അറിയപ്പെടുന്നത്. ലാലേട്ടൻ എഡ്വിൻ തോമസിനോട് അവസാനം പറയുന്ന കോരിത്തെരിപ്പിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഹി വാസ് മൈ ഫാദർ, മൈ ഗ്രേറ്റ് ഫാദർ, ആൻഡ് ഐ ആം ദ ഗ്രേറ്റ് 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 സൺ. പിൻഗാമി, എൻ്റെ അച്ഛൻ്റെ മറുപടി നിനക്ക് തരാമെന്ന പിൻഗാമി. ക്യാപ്റ്റൻ വിജയ് മേനോനും കുമാരേട്ടനും പൂച്ചക്കണ്ണുള്ള വില്ലനും അയ്യങ്കാരും കുട്ടിഹസനും കോശി വർഗീസും ജോർജ് മാത്യുവും അടങ്ങുന്ന പിൻഗാമി, വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന പിൻഗാമി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.